إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആദ്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വസിയ്യത്തുകൾ, 4 വസിയ്യത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ വസിയ്യത്തിനെ കുറിച്ച്, ഇഫ്ശാഉസ്സലാം, സലാം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസിയ്യ വഅത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം നൽകണം എന്നുള്ളതായിരുന്നു. ഭക്ഷണം നൽകൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകൽ അല്ലാഹുവിൻ്റെ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തുത്ഇമുത് തആം, ഭക്ഷണം നൽകലാണ്. വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്കറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമലുകളുടെ കൂട്ടത്തിൽ ഖൈറായ അമൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്ന് പറഞ്ഞത് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ്. ഇനി ഇമാം അഹ്മദ് റഹിമഹുള്ള രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയുറബ്ബി ലിഅഹദികുമുത് തംറ വൽലുഖ്മ കമാ യുറബ്ബി അഹദുകും ഫലുവഹു ഔ ഫസീല ഹത്താ യകൂന മിസ്ല ഉഹദ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന ഒരു കാരക്കയുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എടുത്തു വെച്ച് അല്ലാഹു അതിനെ പരിപാലിക്കും. നിങ്ങൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ പരിപാലിച്ച് വലുതാക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നൽകിയ ഒരു കാരക്ക, നിങ്ങൾ നൽകിയ ഒരു ഉരുള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിപാലിച്ച് ഹത്താ യകൂന മിസ്ല ഉഹദ്, ഉഹദ് പർവ്വതത്തിന് സമാനമായ രൂപത്തിൽ, അതിന് പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വലുതാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഒരു കാരക്കയാണ്, അല്ലെങ്കിൽ ഒരു ഉരുള ഭക്ഷണമാണ് നൽകുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തിനെ പരിഗണിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തിന് നൽകുന്ന ആദരവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം അഹ്മദും തിർമിദിയും രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന ഫിൽ ജന്നത്തി ഗുർഫ,
തീർച്ചയായും സ്വർഗത്തിൽ ഒരു മുറിയുണ്ട്, ഒരു റൂമുണ്ട് സ്വർഗത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുറിയുടെ വിശേഷണങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. വിശിഷ്ടമായ, ഈ ദുനിയാവിൽ കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മനോഹരമായ വിശിഷ്ടമായ ഒരു റൂം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നൽകും. ആർക്കാണത് അല്ലാഹു നൽകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅദ്ദഹല്ലാഹു ലിമൻ അത്അമ അത്'ആം വഅലാന അൽകലാം വതാബഅ അസ്സിയാം വസല്ല വന്നാസു നിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതിലൊന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയ ആളുകളാണ്. വഅലാന അൽകലാം, അതുപോലെ തന്നെ മൃദുവായി സംസാരിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വേറെയും രണ്ട് വിശേഷണങ്ങൾ, വേറെയും രണ്ട് ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ ശ്രേഷ്ഠതയാണ്, എത്ര വലിയ മഹത്വമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം നൽകുന്നതിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു അഅറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്നഹ്, എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരു അമൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പഠിപ്പിച്ചു തരണം. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅതികിൻ നസമ വഫുക്കർ റഖബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടിമയെ മോചിപ്പിക്കുക. ഫഇല്ലം തുതിഖ് ദാലിക്, നിനക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഅത്ഇമിൽ ജാഇ, വിശക്കുന്ന ആൾക്ക് ഭക്ഷണം നൽകുക. വസ്ഖിസ് സംആൻ, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം നൽകുക എന്നത്, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നത് അള്ളാഹുവിന്റെ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച, വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട മഹത്വമുള്ള അമലാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മുടെ ഭാര്യക്ക്, മക്കൾക്ക്, ഉമ്മാക്ക്, ഉപ്പാക്കൊക്കെ ഭക്ഷണം നൽകുന്നത്, അതൊരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന വലിയ ഇബാദത്താണ് നമ്മുടെ വീട്ടുകാർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന കൃത്യമായ ബോധവും, അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള നിയ്യത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത ബിഹാ ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നീ എന്ത് ചെലവഴിച്ചാലും അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നീ എന്ത് ചെലവഴിച്ചാലും നിനക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിലും അതിനുപോലും പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, അടിമയെ മോചിപ്പിക്കാനായി നീ ചെലവഴിച്ച ഒരു ദീനാർ, വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് നീ നൽകിയ ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ച ദീനാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅ്സമുഹാ അജ്റ, ഈ ചെലവഴിച്ചതിലെല്ലാം ഏറ്റവും അധികം പ്രതിഫലമുള്ളത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിന് ചെലവഴിച്ച ദീനാറിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഇബാദത്താണ്. നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കുമെല്ലാം ചെലവിന് കൊടുക്കൽ, ഭക്ഷണം നൽകൽ, അതൊരു ഇബാദത്താണ്. ആ ഒരു നിയ്യത്തോടു കൂടെ ആ ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം
ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അക്സറുൻ നാസി യഫ്അലൂന ദാലിക്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അക്സറുൻ നാസി യഫ്അലൂന ദാലിക്. അധിക ആളുകളും ഇങ്ങനെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ചെലവഴിക്കുന്നത് തൊബഅൻ വആദതൻ, ഒരു ചടങ്ങ്, ഒരു പതിവ്, ഒരു നാടിന്റെ സമ്പ്രദായം, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വേണ്ടത് എന്ന നിലയിലാണ്. ലാ യബ്തഗൂന ബിഹി വജ്ഹല്ലാഹ്. അങ്ങനെ മക്കൾക്കും ഭാര്യക്കുമൊക്കെ ചെലവിന് കൊടുക്കുമ്പോൾ അവർ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. യതസദ്ദഖു അഹദുഹും ബിശ്ശൈഇൽ യസീർ അലൽ മിസ്കീനി വബിനിസ് സബീലി വനഹ്വി ദാലിക ലിവജ്ഹില്ലാഹ് ഫയജിദു തഅമൽ ഈമാനി വൽ ഇബാദത്തി ലില്ലാഹ്. വളരെ കുറഞ്ഞ കാര്യം പോലും, ചെറിയ തുക പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുകയും അങ്ങനെ ഇബാദത്തിന്റെ രുചിയും ഇബാദത്തിന്റെ ആനന്ദവും അനുഭവിക്കുന്ന അതേ മനുഷ്യൻ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി ആയിരങ്ങൾ ചിലവഴിക്കുന്നു. പക്ഷേ ഫലാ യജിദു ഫീ ദാലിക തുഅമൽ ഈമാനി വൽ ഇബാദ. പക്ഷേ ഇബാദത്തിന്റെ രുചിയോ ആസ്വാദനമോ അവന് ലഭിക്കുന്നില്ല. കാരണം എന്താ? ലിഅന്നഹു ലം യുൻഫിഖഹു ലിവജ്ഹില്ലാഹ്. കാരണം അവനത് കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി നമ്മൾ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്, കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? അതല്ല, ഇങ്ങനെയാണ് നാട്ടുനടപ്പ്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് പതിവ് എന്ന നിലയിലാണോ നമ്മൾ കൊടുക്കുന്നത്? ഒരിക്കലും അങ്ങനെയാവരുത്. അതൊരു ഇബാദത്താണ്. മക്കൾക്ക് കൊടുക്കുന്നതായാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. ആ ഒരു പ്രതിഫലേച്ഛയോടുകൂടെ അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് പ്രതീക്ഷിച്ച് ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده. ഭക്ഷണം ആവശ്യക്കാർക്ക് നൽകുക എന്നത് അല്ലാഹുവിൻ്റെ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച ഇബാദത്താണ് എന്നും അങ്ങനെ നൽകുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുമെല്ലാം ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി ഭക്ഷണം നൽകാതിരിക്കുക എന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക എന്നത് നരകവാസികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗവാസികളായ ആളുകൾ നരകവാസികളായ ആളുകളോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെന്തേ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നരകവാസികൾ പറയുന്ന മറുപടി ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവർ ആയിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന കാര്യം വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം നൽകുന്നവർ ആയിരുന്നില്ല, ആ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ എന്നതാണ് നരകവാസികൾ പറയുന്ന മറുപടി. വേറെയും ചില കാര്യങ്ങൾ നരകവാസികൾ അവരുടെ സ്വഭാവമായി എടുത്തു പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം നൽകാതിരിക്കുക എന്നുള്ളത്, ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകാതിരിക്കുക എന്നത് നരകവാസികളുടെ സിഫത്തായിക്കൊണ്ട്, അവരുടെ വിശേഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. എന്ന് മാത്രമല്ല, ഭക്ഷണം നൽകുക മാത്രമല്ല, ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കൽ, ഉപദേശിക്കാതിരിക്കൽ, അത് കാഫിറുകളുടെ, സത്യനിഷേധികളുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അദീമായ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരാണവർ. മറ്റൊരു സ്വഭാവമായിട്ട് അല്ലാഹു പറയുന്നു, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാത്തവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നമുക്കറിയാം, നമ്മൾ ധാരാളമായി കേട്ടുപരിചയമുള്ള
വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പ്രതിഫല ദിവസത്തെ കളവാക്കിയവൻ ആരെന്നറിയുമോ എന്ന് ചോദിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു വിശേഷണമായി പറയാണ്, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നില്ല എന്നല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാത്തവനാണ് അവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇത്ആമുത് തുആം, മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നത് എത്രമേൽ പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഈ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ സ്വഭാവമായി, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി ഇത് മാറേണ്ടതുണ്ട്. ആവശ്യക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ നൽകുന്നവർ, അങ്ങനെ നൽകാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുന്നത് അത് ഇഖ്ലാസോടുകൂടെ ചെയ്യുമ്പോഴാണ്. പാർട്ടി വളർത്താനോ സംഘടന വളർത്താനോ സമൂഹത്തിൽ പേരെടുക്കാനോ സമൂഹത്തിൽ സ്ഥാനമാനത്തിനോ സമൂഹത്തിൽ നല്ല വാക്ക് കേൾക്കാനോ ആകരുത് ഇങ്ങനെയുള്ള ഒരു ഇബാദത്തും ചെയ്യുന്നത്. പലപ്പോഴും ഒരുപാട് വെയിൽ കൊണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലുള്ള അമലുകൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ഇബാദത്താണ്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കർമ്മമാണ്. അത് നീയത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നീയത്തിൽ കളങ്കം സംഭവിച്ചുകൊണ്ട് ആ ഇബാദത്തിന്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയരുത്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അമലുകൾ ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷയാണ് അങ്ങനെയുള്ള അമലുകൾക്ക് ലഭിക്കുക എന്ന ബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ, അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.